എന്താ ഡോക്ടറെ? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു യൂട്രസ് അല്പം വീക്കാണ്, വളരെ ശ്രദ്ധിക്കണമെന്ന്. ഇപ്പോ അന്നത്തെ വീഴ്ചയും കൂടി ആയപ്പോ കുറച്ചുകൂടെ റിസ്കായി. ഇതുപോലെ ഞാൻ കാര്യം ഒളിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. എന്താ ഡോക്ടർ? ഞാനിപ്പോ പ്രഗ്നൻസി സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴാകുമ്പോ നമുക്കത് ബിഗിനിങ്ങിൽ എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്യാം. ഞാനത് സമ്മതിക്കില്ല. കുട്ടി ഇങ്ങനെ എടുത്തു ചാടി തീരുമാനം എടുക്കാൻ വരട്ടെ, ഞാനൊന്ന് മുഴുവനും പറയട്ടെ. ഈ പ്രഗ്നൻസി കൊണ്ട് ദോഷം ഉണ്ടാവുന്നത് തനിക്കാ. അഥവാ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞാലും അമ്മയുടെ കാര്യത്തില് ഐ ആം ഹോപ്പ്ലെസ്. അങ്ങനെ സംഭവിക്കണമെന്നില്ല, പക്ഷെ സംഭവിച്ചു കൂടായികയില്ല. എന്തിനാ വെറുതെ റിസ്ക് എടുത്ത് വയ്ക്കുന്നത്? എന്റെ കുഞ്ഞിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. എനിക്കിതിനെ വേണം. ആയിക്കോട്ടെ, ഏതൊരു അമ്മയെ പോലെ തന്റെ ആവശ്യവും ആവേശവും ന്യായമാണ്. ബട്ട് ബി പ്രാക്ടിക്കൽ. അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് ഒരു ഡെലിവറി സക്സസ് ആവുന്നത്. ഇതുവരെ പുറം ലോകം കാണാത്ത കുഞ്ഞോളം വരില്ലല്ലോ ജീവനോടുള്ള താൻ. ഞാൻ ആവേശം കൊണ്ട് പറയുന്നതല്ല ഡോക്ടർ. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാ. വേണമെങ്കിൽ ഈ ഡെലിവറിയുടെ റിസ്ക് മുഴുവൻ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്തു തരാം. മിസ്റ്റർ ഉമാദത്തൻ എന്താ ഒന്നും പറയാത്തത്? എത്രയും പെട്ടെന്ന് അബോർഷൻ നടത്താൻ ഡോക്ടർ. എന്താ പറയുന്നേ? അബോർഷൻ നടത്താനോ? അതിനാണോ നമ്മൾ 7 വർഷം കാത്തിരുന്ന് ജീവിക്കാനല്ലേ, മരിക്കാനല്ലല്ലോ. ഡോക്ടർ പറഞ്ഞു താൻ കേട്ടില്ലേ? കേട്ടതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന്. മാമി, താൻ മാത്രം അങ്ങനെ എടുത്തോണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടാൻ പറ്റുമോ? തെത്തേണ്ട എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഇപ്പൊ ഇവിടെ വെച്ച് ഈ തർക്കം വേണ്ട. വളരെ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി.